ഹലോ എവരിവൺ, ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇഗ്നോയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. 2026 ജൂണിൽ നടക്കാൻ പോകുന്ന ഇഗ്നോ എക്സാംസിൻ്റെ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു ഈവനിങ്ങോട് കൂടിയാണ് രജിസ്ട്രേഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എക്സാം രജിസ്ട്രേഷനെ കുറിച്ച് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആരൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഫീസ് എത്രയാണ്, ലാസ്റ്റ് ഡേറ്റ്, ഇനി രജിസ്ട്രേഷൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ, ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 2026 ജൂണിൽ നടക്കാൻ പോകുന്ന ഇഗ്നോ പരീക്ഷകളുടെ രജിസ്ട്രേഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ മാർച്ച് 10-ാം തീയതിയാണ് രജിസ്ട്രേഷൻ തുടങ്ങിയത് കേട്ടോ. നിലവിലുള്ള ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ 10 ഒരു മാസമാണ് രജിസ്ട്രേഷൻ്റെ പോർട്ടൽ നിങ്ങൾക്കായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു മാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട എക്സാം സെൻറ്ററുകളൊക്കെ രജിസ്ട്രേഷൻ തുടങ്ങി ആദ്യത്തെ വീക്കിൽ തന്നെ ഫില്ലായി പോകാറുണ്ട് കേട്ടോ. നിങ്ങളുടെ വീടിനടുത്തുള്ള എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് പോയി എക്സാം എഴുതണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു മാസം വെയിറ്റ് ചെയ്യാതെ ഈ വരുന്ന 1-2 ദിവസത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി ഫീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറി പേപ്പറിന് 200 രൂപയാണ് വരുന്നത് കേട്ടോ. നോർമലി BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ BCom, BA സോഷ്യോളജി ഇതൊക്കെ തിയറി പേപ്പേഴ്സാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസിനൊക്കെ പെർ സബ്ജക്റ്റ് 200 ആണ്. BCA പോലുള്ള സബ്ജക്റ്റുകൾക്ക് പ്രാക്ടിക്കൽ സബ്ജക്റ്റുകൾ വരുന്നുണ്ട് അല്ലേ. അപ് ടു 4 ക്രെഡിറ്റ് വരുന്ന സബ്ജക്റ്റുകൾക്ക് 300 ആണ് പ്രാക്ടിക്കൽ ഫീസ് കേട്ടോ. ഇനി എബോവ് 4 ക്രെഡിറ്റ് ആണെങ്കിൽ 500 ആണ് പ്രാക്ടിക്കൽ ഫീസ് വരുന്നത്. MCom MBA സ്റ്റുഡൻസിനൊക്കെ 4th 3rd സെമ്മിലൊക്കെ ആയിട്ട് പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ പ്രോജക്റ്റ് വയ്ക്കുന്നതിന് മുമ്പ് പ്രോജക്റ്റ് ഫീസ് അടയ്ക്കണം. അത് 500 ആണ് ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഫീ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ പോയി രജിസ്റ്റർ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻഫോടെക് രജിസ്ട്രേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മുഖേന ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി പറയാൻ പോകുന്നത് ആരൊക്കെയാണ് ഇപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. 2026 ജൂണിൽ എക്സാം എഴുതാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് കാറ്റഗറി 2026 ജനുവരി സെഷനിൽ സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഇപ്പോൾ എക്സാമിന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. അതായത് ഇപ്പോൾ അഡ്മിഷൻ കഴിഞ്ഞ 2026 ഫ്രഷ് അഡ്മിഷൻ സ്റ്റുഡൻസ് ആയ MBA, MCA, BCA പോലുള്ള സെം വൈസ് MCom ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. അവരുടെ ഫസ്റ്റ് സെമ്മ് എക്സാം ജൂണിൽ എഴുതുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എക്സാം രജിസ്റ്റർ ചെയ്യണം. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് 2025 ജൂലൈ സെക്ഷനിൽ ഇയർ വൈസ് ആയിക്കോട്ടെ സെമസ്റ്റർ വൈസ് ആയിക്കോട്ടെ ഇതിൽ ഏത് പ്രോഗ്രാമിന് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഇപ്പോൾ ജൂണിൽ എക്സാം എഴുതാനായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത്, നിങ്ങൾ ഏതെങ്കിലും എക്സാം ഇഗ്നോർ എഴുതിയിട്ടുണ്ട്, ആ സബ്ജക്റ്റുകൾ ഫെയിലായി പോയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ഇതിനൊപ്പം തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സെപ്പറേറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള അങ്ങനെ ഒരു പോർട്ടലില്ല. ഇതിനോടൊപ്പം തന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതിനും 200 തന്നെയാണ് ഫീസ് വരുന്നത് കേട്ടോ. ഓൾറെഡി നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ അതൊന്നേന്ന് എഴുതി മാർക്ക് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, പാസ്സായ സബ്ജക്റ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. കേരളത്തിലാണ് നിങ്ങൾ എക്സാം സെൻറ്റർ നോക്കുന്നതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇഗ്നോയുടെ എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. മലപ്പുറം, കോഴിക്കോട് റീജിയനിലൊക്കെ 2, 3, 4 സെൻറ്റേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള സെൻറ്ററിൽ എക്സാം എഴുതണമെങ്കിൽ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിൽ PSMO പോലുള്ള കോളേജിലൊക്കെ സ്റ്റുഡൻസിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഇന്നലെ തന്നെ ചില സബ്ജക്റ്റുകൾക്ക് സീറ്റ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ നമ്മൾ ഇന്നലെ രാത്രി ചെയ്തപ്പോൾ തന്നെ സീറ്റ് ഫില്ലായിരുന്നു. ജസ്റ്റ് മണിക്കൂറുകൾ കൊണ്ടാണ് ഫില്ലായത്. ഇനി നിങ്ങൾ ഏത് സെൻറ്റർ ചൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ റീജിയണൽ സെൻറ്റർ നിങ്ങളുടെ ഏതാണെങ്കിലും എക്സാം സെൻറ്റർ ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് സ്റ്റുഡൻറ്റ് ഇപ്പോൾ ട്രിവാൻഡ്രം RCയുടെ അണ്ടറിലാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നതെന്ന് കരുതുക. കറൻ്റ്ലി നിങ്ങൾ ബാംഗ്ലൂർ ആണെങ്കിൽ അവിടെയുള്ള ഒരു സ്ഥലത്ത് എക്സാം എഴുതാൻ പോകാവുന്നതാണ് കേട്ടോ, സെൻറ്റർ ചൂസ് ചെയ്ത്. അപ്പോൾ നമ്മുടെ RCയുടെ അണ്ടറിലുള്ള സെൻറ്ററിൽ തന്നെ പോയി എക്സാം എഴുതണമെന്നൊന്നും നിർബന്ധമില്ല. സ്റ്റഡി സെൻറ്ററിൽ തന്നെ പോയി എഴുതണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ഇഷ്ടമുള്ള ഇന്ത്യയിലുള്ള ഏതൊരു സെൻറ്ററും ചൂസ് ചെയ്യാവുന്നതാണ്. സെൻറ്ററിൻ്റെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ചില സെൻറ്റേഴ്സ് ഇത്തവണ ലിസ്റ്റിൽ കാണുന്നില്ല. അതിലൊന്നാണ് ട്രിവാൻഡ്രം RCയുടെ അണ്ടറിലുള്ള SN കോളേജ് കൊല്ലം. അപ്പോൾ കഴിഞ്ഞ തവണ ഈ രജിസ്ട്രേഷൻ തുടങ്ങിയ സമയത്ത് ലിസ്റ്റിൽ ഈ ഒരു സെൻറ്റർ ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ അൽഷിഫ കോളേജ്, അങ്ങനെ കുറച്ച് സെൻറ്ററുകൾ ലിസ്റ്റിലില്ലായിരുന്നു. ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞാണ് ആ സെൻറ്ററൊക്കെ ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ കാണാത്ത സെൻറ്ററിൽ തന്നെ പോയി എക്സാം എഴുതണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. സെൻറ്റർ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും
അതായിരിക്കും നല്ലത് കേട്ടോ. നിങ്ങൾ ഓൾറെഡി ഒരു സെൻറ്റർ കൊടുത്ത് എക്സാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല, അതൊന്നും എഡിറ്റ് ചെയ്യാനോ ഒന്നും ഓപ്ഷൻ ഇല്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യമാണ്, നിങ്ങളിപ്പോൾ ഓൾറെഡി എക്സാം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു, നിങ്ങളൊരു 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ഒരു സബ്ജക്റ്റ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു ഓപ്ഷൻ വരാറുണ്ട്. ഇപ്പോൾ അതിനുള്ള ഓപ്ഷൻ ഇല്ല. രജിസ്ട്രേഷനൊക്കെ ക്ലോസ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്ത് 1 മാസമൊക്കെ ആവുന്ന സമയത്ത് സബ്ജക്റ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാ തവണയും വരാറുണ്ട്. സോ അതിനൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിനൊക്കെ ആയിട്ട്. എക്സാം രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു, ജൂണിൽ എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ചില സ്റ്റുഡൻസ് ചോദിക്കുന്നുണ്ട്, ഈ രജിസ്ട്രേഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, ഞാൻ ജൂണിൽ എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത്. ഉറപ്പായിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജൂണിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ മാത്രം ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്താലും മതി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഡിസംബറിലാണ് എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ജൂണിൽ എഴുതാൻ ടൈമില്ലെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡിസംബർ എക്സാമിൻ്റെ ടൈമിൽ രജിസ്റ്റർ ചെയ്ത് ഫീസ് അടച്ചാൽ മതി കേട്ടോ. സോ ഇത്രയും കാര്യങ്ങളാണ് എക്സാം രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രജിസ്ട്രേഷൻ ചെയ്യാൻ പെൻഡിംഗ് ഉള്ള വിദ്യാർത്ഥികൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.